രാവിലെ ഞാനും എൻ്റെ 2 മക്കളും കൂടി ഹോട്ടലിൽ കയറി അപ്പവും നെയ് റോസ്റ്റും കഴിച്ച ശേഷം ഞങ്ങൾ എറണാകുളത്തിനൊരു യാത്ര പോവുക കേട്ടോ. എൻ്റെ ഇളയ മോൻ പഠിക്കുന്നത് എറണാകുളത്താണ്. അപ്പം ഞങ്ങളങ്ങനെ ഡെക്കാത്തലോൺ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ കയറിയേ. അവിടെ സ്പോർട്സിൻ്റെ ഐറ്റംസ് ഒത്തിരിയുണ്ട്. പിന്നെ വിദേശത്തിന് പോകാനുള്ള ജാക്കറ്റുകളും ഗ്ലൗസും സോക്സും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാധനങ്ങൾ അവിടെയുണ്ട്. അതെല്ലാം ഒന്ന് കയറി കണ്ടു. നല്ല എല്ലാം ഞങ്ങളൊന്ന് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടോ എല്ലാം ഒന്ന് കണ്ട് നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയത്. വിലയൊക്കെ കൂടുതലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. എങ്കിലും കുറേ സാധനങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ കുറേ സോക്സും അതും ഇതൊക്കെ വാങ്ങിയിട്ടോ. അതിനകത്തവിടെ നടക്കുന്നതാണ് വലിയൊരു സ്ഥാപനം കേട്ടോ, ഡെക്കാത്തലോൺ. അതിനകത്ത് ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരാളെയൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വെച്ച്. യൂട്യൂബിലുള്ള ഒരാളെയൊക്കെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കയറിയിരുന്നു. കാരണം നമ്മുടെ ഗാർഡനിലൊക്കെ ഇടാൻ പറ്റിയ കസേരകൾ ഉണ്ട്. പിന്നെ ടെൻറ്റുകളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മടക്കി കൂട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന ടെൻറ്റുകളുണ്ട്. ചൂണ്ടയുണ്ട്. ഇതാട്ടോ ടെൻറ്റ്. നല്ല രസമുണ്ട്. അതിനകത്ത് കിടക്കാനൊക്കെ നല്ല രസമാണ്. ചൂടൊന്നും തോന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് കണ്ടു. പിന്നെ കുറച്ചിങ്ങ് വന്നപ്പോൾ മീൻ പിടിക്കാനുള്ള ചൂണ്ടകൾ, ഇങ്ങനെ നമ്മൾ കറക്കി കറക്കി മീൻ പിടിക്കില്ലേ, അതുപോലത്തെ ഇപ്പോൾ പുതിയ മോഡലിലുള്ള ചൂണ്ട. ഇതാ ചൂണ്ടകളാണ് ഇരിക്കുന്നത്. അതിങ്ങനെ നമ്മൾ കറക്കിയാൽ മതി ആ ചൂണ്ടയിൽ. അതപ്പം അതൊക്കെ ഒന്ന് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ മീനിൻ്റെ ഷേപ്പിലുള്ള കുറേ കീവ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊന്ന് പയറ്റി നോക്കിയേ, പക്ഷേ നമുക്ക് സാധിക്കില്ല. എൻ്റെ മോനത് ശരിയായി കറക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് നമ്മുടെ നടുവെങ്ങാനും വെട്ടിപ്പോയെങ്കിൽ നമ്മൾ പ്രായമായതല്ലേ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ അത് ഞാൻ വേണ്ട എന്ന് വെച്ചു. അതൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. നമ്മുടെ പ്രായമൊന്നും